ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. TD7294 ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബ്രിഡ്ജ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു മോണോ ബോർഡിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചു, IC ആണോ അതോ ട്രാൻസിസ്റ്റർ ആണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് 100 വാട്ടിന് താഴേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് എപ്പോഴും IC തന്നെയാണ്. ഇനി ICയും ട്രാൻസിസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. IC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ ചേർന്നിട്ട് ഒറ്റ പാക്കേജായിട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ IC എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ ആകുമ്പോൾ സെപ്പറേറ്റ് ട്രാൻസിസ്റ്ററുകളാണ് വരുന്നത്. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ട്രാൻസിസ്റ്ററുകളെ ഒറ്റ പാക്കേജിനകത്ത് വളരെ ചെറുതാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് IC എന്ന് പറയുന്നത്. അപ്പോൾ IC എന്ന് പറയുമ്പോൾ കുറച്ച് ലോ പവർ, നമുക്കൊരു 20 വാട്ട്, 25 വാട്ട്, 18 വാട്ട്, മാക്സിമം അങ്ങ് പോയാൽ ഒരു 100 വാട്ടിന് താഴെ വരെയൊക്കെ നിൽക്കുന്ന ICകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ പാട്ട് കേട്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, IC കുറച്ചും കൂടെ ക്വാളിറ്റിയും നല്ല ഒരു സുഖമാണ് പാട്ട് കേൾക്കാനായിട്ടുള്ള, ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ നമുക്ക് ഈ IC രണ്ടെണ്ണം ബ്രിഡ്ജ് ചെയ്ത് അങ്ങറ്റം പോയി കഴിഞ്ഞാൽ 200 വാട്ടിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷെ നമുക്ക് 200 വാട്ട് വരെയുള്ള ബോർഡിലാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള. ട്രാൻസിസ്റ്റർ ആകുമ്പോൾ നമുക്ക് എണ്ണം കൂട്ടി നമുക്ക് ഒരുപാട് ഹൈ വോൾട്ട് അല്ലെങ്കിൽ ഹൈ വോൾട്ട് യൂസ് ചെയ്ത് ഹൈ വാട്ട്സ് നല്ല പവറുള്ള ഔട്ട്പുട്ട് നമുക്ക് ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ IC എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ICയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ പാക്കേജിനകത്ത് ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് സാധനമാണ് IC. ഇപ്പോൾ TD2030 ഉണ്ട്, TD2050 ഉണ്ട്, അല്ലെങ്കിൽ 7294 ഉണ്ട്, എല്ലാം 3886 എന്ന് പറയുന്നൊരു IC ഉണ്ട്. അതാണ് നമുക്ക് ഓഡിയോ ICയിൽ ഒരു കിങ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം സീരീസാണ് വരുന്നത്. ടെക്സാൻസ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു IC ആണത്. അപ്പോൾ അതൊക്കെ നല്ല ഒരു സുഖമുള്ള IC ആണ്. അതായത് നമുക്ക് വീട്ടിൽ പാട്ട് കേൾക്കാനായിട്ട് ഒരു ലോ പവർ, ഒരു 100 വാട്ടിന് താഴോട്ടുള്ള ഇത് നോക്കണമെങ്കിൽ ട്രാൻസിസ്റ്ററിനെയും കാട്ടി സുഖം ICകളാണ്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഈ പവർ കൂടുതൽ ട്രാൻസിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളൊരു ധാരണ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഈ പറയുന്ന ട്രാൻസിസ്റ്ററിലേക്ക് നമ്മൾ പോകുന്നത്. 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഒരു പെയർ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ബോർഡുകൾ 60 വാട്ടിൻ്റെ 80 വാട്ടിൻ്റെയൊക്കെ ബോർഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 100 വാട്ടിൻ്റെയൊക്കെ ബോർഡുകൾ 200 500 അങ്ങനെയൊക്കെ പോകുന്നത്. പക്ഷേ ഈ പറയുന്ന IC എന്ന് പറയുമ്പോൾ നമുക്ക് 100 വാട്ടിന് താഴെ ഒരു സിംഗിൾ IC യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100 വാട്ടിന് താഴെ, അല്ലെങ്കിൽ ഒരു IC എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് ഒറ്റ ICക്കകത്ത് തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ICകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പാട്ട് കേൾക്കാൻ എനിക്ക് സുഖമായിട്ട് തോന്നിയിട്ടുള്ള IC തന്നെയാണ് 7294ഉം, LM3886, ഇല്ലെങ്കിൽ TD2030 ഒക്കെ നല്ല സുഖമാണ് പാട്ട് കേൾക്കാൻ. പക്ഷേ LM3886 അല്ലെങ്കിൽ TD7294, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ TD2030, TD2050, ഇതൊക്കെ പാട്ടൊക്കെ നല്ല സുഖമുള്ള ICകളാണ്. പക്ഷേ അതിൻ്റെ സർക്യൂട്ടിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടിലുള്ള ഒരു സുഖം, ആ ഒരു പാട്ട് കേൾക്കാനുള്ള സുഖം അതിൻ്റെ സർക്യൂട്ടിൽ അനുസരിച്ചിട്ടിരിക്കും. അങ്ങനെയാണത് വരുന്നത്. എന്നാലും ട്രാൻസിസ്റ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ICകൾ തന്നെയാണ്. ICകൾക്ക് ഈ പറഞ്ഞ ഒരു ഒറ്റ പാക്കേജിനകത്ത് ഒരുപാട് ട്രാൻസിസ്റ്ററുകൾ ചേർന്ന്, അല്ലെങ്കിൽ ഒരുപാട് സർക്യൂട്ടുകളൊക്കെ ചേർത്തിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. പിന്നെ അഡീഷണലി നമ്മൾ പുറത്തുനിന്ന് സർക്യൂട്ട് ചെയ്തിട്ടാണ് അതിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോയിട്ട് ഈ ICകൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഇതായിട്ടുള്ളത്, കുറവായിട്ടുള്ളത്, അത്രയും വലിയ ഹൈ വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അങ്ങറ്റം പോയി 25 വാട്ടോ 24 വോൾട്ടോ അല്ലെങ്കിൽ 30 വോൾട്ടോ അങ്ങനെയൊക്കെ അത്രയൊക്കെ തന്നെ നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. ട്രാൻസിസ്റ്റർ ആവാൻ നമുക്ക് കുറച്ചുകൂടെ ഹൈ വോൾട്ടിൽ പോകാൻ പറ്റും എന്നുള്ളത് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഗുണമാണ്. IC എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ 25 വോൾട്ടിനകത്തൊക്കെ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് TD2030 ആണെങ്കിൽ 18 വോൾട്ട് മാക്സിമമാണ് കൊടുക്കാനുള്ളത് അതിനകത്ത്. അപ്പോൾ ഈ 7294 ആണെങ്കിൽ 24 വോൾട്ട്, 25 വോൾട്ട്, എല്ലാം 3886 ആയാലും അതേപോലെ തന്നെ 25 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ട്, ആ റേഞ്ചിനകത്തുള്ള AC സപ്ലൈക്കാണ് നമ്മൾ അതിൽ കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ 4ohms 8ohms നമുക്ക് കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് മാറ്റാൻ പറ്റും. ബ്രിഡ്ജ് ചെയ്താലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ബ്രിഡ്ജ് 7294 ബ്രിഡ്ജ് ചെയ്താലും നമുക്ക് 24 വോൾട്ട് തന്നെയാണ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഓംസ് ചെറിയ വ്യത്യാസം വരുത്തണം, 4 എന്നുള്ള 8ലേക്ക് മാറേണ്ടി വരും. TD2030 ആയാലും അങ്ങനെ തന്നെ. ചില ആൾക്കാർ TD2030 ബ്രിഡ്ജ് ചെയ്തിട്ട് അതിനകത്ത് 4ohms സ്പീക്കർ എടുത്ത് മാക്സിമം ഓൾ ചെയ്തിട്ട് പാട്ട് കേൾക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ IC കംപ്ലൈൻറ്റ് ആയിപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും TD2030 ആണെങ്കിൽ ഒറിജിനൽ IC ആണെങ്കിൽ തെർമൽ ഷട്ട് ഡൗണൊക്കെ ഉണ്ട് അതിനകത്ത്. തെർമൽ ഷട്ട് ഡൗണും പിന്നെ പ്രൊട്ടക്ഷനൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഒറിജിനൽ ICയിൽ, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ഒറിജിനൽ. നമുക്ക് ഇവിടെ കിട്ടുന്ന പലതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇതൊന്നും കാണത്തില്ല. കണക്ഷൻ കൊടുക്കുമ്പോൾ പാട്ട് കേൾക്കും എന്ന് മാത്രമേ ഉള്ളൂ. ഒറിജിനൽ ICക്ക് TD2030 2050 നല്ല വിലയും ഉണ്ട്. ഒരു ICക്ക് തന്നെ 10, 150, 200 ആ റേഞ്ചൊക്കെ വിലയും വരുന്നുണ്ട്.
ചില കടകളിലൊക്കെ കിട്ടുന്നുണ്ട്, ഒറിജിനൽ ഐ സി കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്കിഷ്ടം പാട്ടേക്കൻ, എൻ്റെ പേഴ്സണലി എനിക്കിഷ്ടം ഐ സി തന്നെയാണ്. TD20 30 നല്ല രസമാണ്, TD20 50 നല്ല രസമാണ്, നല്ല സർക്യൂട്ട് ഉപയോഗിച്ച സൂപ്പറാണ് പാട്ടേക്കൻ. പിന്നെ ഉള്ളത് 7294, അതും നല്ല സൂപ്പറാണ്, നല്ല സർക്യൂട്ട് ഉപയോഗിച്ച് സൂപ്പറാണ്. പിന്നെ LM3886, അത് ഒരുപാട് സർക്യൂട്ടുകൾ നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്, ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഐ സി നല്ല വിലയാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്കിഷ്ടം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ട്രാൻസിസ്റ്റർ ഇപ്പോൾ 100 വാട്ടിനകത്തുള്ള ട്രാൻസിസ്റ്ററാണോ ഐ സി ആണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് കേൾക്കാൻ സുഖം നമ്മുടെ ഐ സി തന്നെയാണ്. പിന്നെ 7294 നമുക്ക് സബ്വൂഫറിന് ഉപയോഗിക്കാൻ നല്ല പവർ കിട്ടും. ഈ 100 വാട്ടിനകത്തുള്ളൊരു സബ്വൂഫറിന് ഉപയോഗിച്ചാൽ നല്ല പവർ കിട്ടും. വളരെ കുറഞ്ഞ കമ്പോണൻസ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം എങ്ങനെയാണത് കംപ്ലൈൻറ്റ്, എവിടെയാണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ. 7294 ബോർഡാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും എന്നുള്ളൊരു കാര്യമാണ്. കാര്യം ഐ സി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് സർക്യൂട്ട് ഉണ്ട്. പിന്നെ അതിന് സപ്പോർട്ടായിട്ടുള്ള ഡ്രൈവ് ചെയ്യാനുള്ള സർക്യൂട്ടാണ് നമ്മൾ പുറത്ത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എനിക്കിഷ്ടം ഐ സികൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.